അനീതിക്കും അക്രമത്തിനുമെതിരെ കണ്ണടയ്ക്കുമ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ തങ്ങളുടെ ഉത്തരവാദിത്വം നിന്നും വ്യതിചലിക്കുമ്പോൾ നമ്മുടെ മനസാക്ഷി അതിനെതിരെ പൊരുതുവാൻ വേണം. അതുകൊണ്ട് നമ്മൾ ഈ നെറികെട്ട കാലത്തിന്റെ പ്രതികരണ ശേഷിയില്ലാത്തവർക്ക് വിരാമം. അതെ, നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ചിന്തിക്കാം. നമുക്ക് ഇതിനെതിരെ മരിക്കാത്ത മനസാക്ഷിയായി പൊരുതാം. കാണുവിൻ, സത്യസന്ധരോ നാം സത്യസന്ധരോ, ചോദിച്ചിരുവിൻ സ്വന്തം മനസാക്ഷിയോട്. ഞാനാണ് ഫേസ്ബുക്ക്. നിങ്ങൾ ഓരോരുത്തരും എന്റെ അടിമകളാണ്. ലൈക്കാണ് എന്റെ ആയുധം. ലൈക്ക് കൊണ്ട് ഞാൻ നിങ്ങൾ എല്ലാത്തിനെയും കീഴ്പ്പെടുത്തും. ഇന്ന് ഈ സമൂഹത്തിൽ ഓരോരുത്തരും ആവശ്യം എന്നെയാണ്. ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ ഓരോരുത്തരുടെയും ഭൂരിപക്ഷം സമയവും നിങ്ങൾ എന്നോടൊപ്പമല്ലേ ചെലവഴിക്കുന്നത്? ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് സംസാരിക്കാമോ? ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് പറയാമോ? ഞാനാണ് വാട്സ്ആപ്പ്. എന്ത് മണ്ടത്തരായി പറയുന്നേ. ചിലര് പറയുന്നു വാട്സ്ആപ്പ് ആണ് കേന്ദ്രം, എന്നാൽ ചിലര് പറയുന്നു ഫേസ്ബുക്ക്. എന്നാൽ ഇപ്പൊ ഭൂരിപക്ഷം പേരും എന്നെയാണ് ഉപയോഗിക്കുന്നത്. ഈ ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്നത് എന്നെ എന്തിനു വേറെ ഉന്നതിയിൽ ഇരിക്കുന്നവർ വരെ എന്നെയാണ് ഉപയോഗിക്കുന്നത്. കണ്ടില്ലേ സമൂഹമേ, ഈ യന്ത്രവൽക്കരണ ലോകത്ത് നമ്മൾ മാധ്യമങ്ങളുടെ പങ്ക് എത്ര വലുതാണെന്ന് നിങ്ങൾ കണ്ടില്ലേ? ശരി, മണിപ്പൂർ വിഷയം നിങ്ങൾ അറിഞ്ഞായിരുന്നു? മണിപ്പൂരിലെ വിഷയമോ? അങ്ങനെ എന്തോ ഒന്ന് കണ്ടുപാടെ ഞാൻ അതിന് സ്റ്റോറിയും ഇട്ടു. അപ്പൊ നീയും? ഞാനും അത് കണ്ടായിരുന്നു. ഞാൻ പോയി കുറെ ഷെയർ ഇട്ടു, കുറെ പേരുടെ കൂടെ ഷെയർ കൊടുത്തു. അതൊക്കെ പോട്ടെ. സത്യത്തിൽ എന്താ സംഭവം? അത് നിങ്ങൾ അറിഞ്ഞില്ലേ? ഞാൻ പറയാം. മണിപ്പൂരിലെ കുറെ ക്രിസ്ത്യൻ വിശ്വാസികളെ ഇതാ നോക്ക്, നിങ്ങളുടെ ദേവാലയം കത്തിച്ചാമ്പായിരിക്കുന്നത് നോക്ക്. അത്രയേ ഉള്ളൂ നിങ്ങളുടെ വിശ്വാസവും. ഇവിടെ നിങ്ങളുടെ വിശ്വാസമോ നിങ്ങളുടെ ദേവാലയമോ വേണ്ട.
വിഭാഗത്തിൽപ്പെട്ടവരല്ല. സഹോദരൻ, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? വിഷമിക്കേണ്ട, എഴുന്നേൽക്കൂ. ആർക്കെങ്കിലും അറിയുമോ ഇയാൾ എന്തിനാ കരയുന്നതെന്ന്? ആരെങ്കിലും ഒന്ന് പറയുമോ ഇയാൾ എന്തിനാണ് കരയുന്നതെന്ന്? എന്ത് പറ്റും? ദൈവം നിങ്ങളോട് കൂടിയാണ്. സത്യവും നീതിയും അത് മറച്ചു വെക്കാം, പക്ഷേ സത്യവും നീതിയും ഒരു നാൾ അതാ ഇരുട്ടിന്റെ മറവിൽ നിന്ന് വെളിച്ചത്തേക്ക് കടന്നു വരും. നിങ്ങൾ വിശ്വസിക്കില്ല, ദൈവം നിങ്ങളോട് കൂടിയാണ്. പിന്നെ ഞാനെന്താ പറയുന്നു? ഞാനൊരു പോസ്റ്റ് കിട്ടേക്കാം. ഞാൻ പറഞ്ഞല്ലേ എനിക്ക് ചോദിക്കാൻ പറ്റില്ലെന്ന്. എന്നെ കൊണ്ട് പറ്റില്ല ചോദിക്കാൻ. ചോദിക്കുമ്പോ അവർ രണ്ട് സ്ത്രീകൾ തരാനാ. അവർ തങ്ങളല്ലേ ആവും രക്ഷപ്പെട്ട സ്ത്രീകൾ.
ഇതിന്റെ പരിഹാരം. എന്തിനാ കുഞ്ഞെ കരയുന്നത്? എഴുന്നേൽക്കും. നിങ്ങൾ ആർക്കെങ്കിലും അറിയുമോ ഈ കുഞ്ഞെന്തിനാ കരയുന്നു? സമൂഹമേ, നിങ്ങളെന്താ പ്രതികരിക്കാത്തത്? മകളെ, ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. ദൈവത്തിന്റെ സ്വരൂപങ്ങളായി നിർമ്മിക്കപ്പെട്ട നമ്മളിൽ ചിലർ തന്നെ ഈ കുഞ്ഞിന്റെയും ഇതുപോലുള്ള പലരുടെയും അവസ്ഥയ്ക്ക് കാരണം 2020-ലും 2021-ലും 2023-ലും ഹരിത, സഹിഷ്ണ, കൃഷ്ണ, ഓഫിയ തുടങ്ങിയ എത്രയോ പേരാണ് നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറ്റപ്പെട്ടത്. ജീവിതം അവസാനിപ്പിക്കില്ലല്ല ഇതിന്റെ പരിഹാരം. സമൂഹമേ, നിങ്ങളെന്താ പ്രതികരിക്കാത്തത്? നിങ്ങൾ എല്ലാവരും ഒന്നിച്ചു നിന്നാലേ ഇത്തരം സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് പിന്മാറ്റപ്പെടും. ഇതെല്ലാം കണ്ട് പ്രഹസനമാക്കാൻ നടക്കുന്ന ഇവരെ പോലെ ചിലരും. എന്ത് കഷ്ടമാണ്. സമൂഹമേ, നിങ്ങൾ എന്റെ കൂടെ നിന്ന് പ്രതികരിക്കണം. ഞങ്ങൾ പ്രതിഷേധിക്കുന്നു. ഈ കാര്യം ഞാൻ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഇട്ടിട്ടുണ്ട്. അതും കൂടാതെ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് വഴി. അതെ, നാഗങ്ങളുടെ ഈ സ്റ്റോറി ഫേസ്ബുക്കിൽ റീഷെയർ ചെയ്തിരുന്നു. നിങ്ങൾ രണ്ടുപേരും ഇത് സ്റ്റോറിയല്ലേ ആക്കിയുള്ളൂ. ഞാനാണെങ്കിൽ ഇത് വലിയൊരു വിശദമായ ഒരു ലേഖനം എഴുതിയതാ. അതാണെങ്കിൽ കുറെ പേര് കാണുകയും ചെയ്തു, പോസ്റ്റും ചെയ്തു. അതിനാണ് ഏറ്റവും കൂടുതൽ പേർക്ക് ലൈക്ക് കിട്ടിയിരിക്കുന്നത്. ഓ, അതോടെ നിങ്ങളുടെ എല്ലാം പണി തീർന്നല്ലോ. പ്രതിഷേധിക്കാനാണെങ്കിൽ സമൂഹത്തിൽ കൂടിയിരുന്ന് പ്രതിഷേധിക്കണം, അല്ലാതെ ഫോണിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചിട്ട് കാര്യമില്ല. അങ്ങനെയൊക്കെ ചെയ്ത കൈയുള്ള കാലത്ത് വല്ലതും നടക്കുമോ മാഷേ? ഇല്ല എന്ന് പറഞ്ഞാൽ ഒന്നും നടക്കില്ല. അതിനായി സമൂഹത്തിൽ ഇറങ്ങി പ്രതിഷേധിക്കണം. ശരിയായിരിക്കാം. എന്നാലും നിങ്ങളെ പോലെയുള്ള കഴിവില്ലാത്ത തലമുറയാണ് ഇന്ന് ഈ നാടിന്റെ ശാപം. അത് നമുക്ക് മാറ്റിയെടുക്കണം. വരൂ, നമുക്ക് പ്രതിഷേധിക്കാം. ബഹുമാന്യരെ, ഞങ്ങളുടെ വിളംബരം ഞാനിവിടെ വായിക്കട്ടെ. സഹോദരങ്ങളെ, ഈ കഥകൾ വെറും കഥകളല്ല, നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ചില യാഥാർത്ഥ്യങ്ങൾ മാത്രം. എന്നാൽ ഫീനിക്സ് പക്ഷിയെ പോലെ നമുക്ക് ഉയർത്തെഴുന്നേൽക്കാം. മനസാക്ഷികളെ മരിച്ചിട്ടില്ല. സത്യം പറയുന്ന നാവുകളിലൂടെ അനീതിക്കെതിരെ പൊരുതുന്ന അടവാളായി മനസാക്ഷിയായി ഇന്നും ജീവിക്കുന്നു, 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 ജീവിക്കുന്നു. അനീതിക്കെതിരെ പൊരുതാൻ ഞങ്ങൾ തയ്യാർ. അനീതിക്കെതിരെ പൊരുതാൻ നിങ്ങൾ തയ്യാറോ? നിങ്ങൾ തയ്യാറോ? നിങ്ങൾ തയ്യാറോ? നിങ്ങൾ തയ്യാറോ? അപ്പോൾ നമ്മൾ തയ്യാർ. പ്രിയമുള്ളവരെ, തെരുവ് നാടകമാണ് നമ്മളിവിടെ അവതരിപ്പിച്ചത്. നമുക്കറിയാം,